ക്രിസ്തുവിൽ പ്രിയരെ, നാം അവസാന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. വചനം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുന്നത് ഇങ്ങനെയാണ്: അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടി ഞാൻ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അന്ത്യകാലഘട്ടത്തില് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അതിനായിട്ട് ദാഹിക്കുന്ന വ്യക്തിയായിരിക്കാം. നാം പൂർണ്ണമായിട്ടും ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ട് ദൈവഹിതത്തിന് ഒത്തവണ്ണം ദൈവം നമ്മെ ഉപയോഗിക്കുവാനായിട്ട് നാം പ്രാർത്ഥനയോടുകൂടെ അഭിഷേകത്തോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. വചനം പഠിപ്പിക്കുന്നത് പോലെ നാം ഉയരത്തിൽ നിന്നുള്ള ശക്തിയെ വാങ്ങിച്ചിട്ട് നാം മുന്നോട്ട് പോകണം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ.